എല്ലാ പ്രിയപ്പെട്ടവർക്കും ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ ഓണാശംസകൾ. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. പുറത്തൂർ പടിഞ്ഞാറേക്കരയിൽ കാണാതായ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. പടിഞ്ഞാറേക്കര അണ്ടിപ്പാട്ട് ഫൗസിയയുടെ മൃതദേഹമാണ് ബോട്ട് ജെട്ടിക്ക് സമീപം ഫൈബർ വള്ളത്തിന്റെ ആങ്കറിൽ പ്ലാസ്റ്റിക് ചാക്കിൽ കൈകാലുകൾ ബന്ധിച്ച നിലയിൽ കണ്ടെത്തിയത്. ബുധനാഴ്ച രാത്രിയാണ് ഭർത്താവ് ഹുസൈൻ വീട്ടിൽ നിന്നും ഭാര്യയെ വിളിച്ചിറക്കി കൊണ്ടുപോയത്. പുറത്തൂർ പടിഞ്ഞാറക്കരയിൽ നിന്നും കാണാതായ യുവതിയുടെ മൃതദേഹം ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തി. പടിഞ്ഞാറക്കര സ്വദേശിനി അണ്ടിപ്പാട്ടിൽ ഫൗസിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയോടെയാണ് ഫൗസിയെയും ഭർത്താവ് ഹുസൈനെയും കാണാതായത്. മുരുക്കുമാട് കടവിന് സമീപം നിർത്തിയിട്ട സമർകാന്ത് ഫൈബർ വള്ളത്തിന്റെ നങ്കൂരം ഉയർത്തിയെടുക്കുന്നതിനിടെയാണ് നങ്കൂരത്തിൽ കുടുങ്ങിയ ചാക്ക് മുകളിലേക്ക് ഉയർന്നു വന്നത്. വള്ളത്തിൽ ഉണ്ടായിരുന്നവർ നടത്തിയ പരിശോധനയിലാണ് ചാക്കിൽ മൃതദേഹമാണെന്ന് കണ്ടെത്തിയത്. ചാക്കിന്റെ ഒരു ഭാഗം തുറന്നു നോക്കിയപ്പോൾ മൃതദേഹം സ്ത്രീയുടേതാണെന്ന് തിരിച്ചറിയായിരുന്നു. സമർകാന്ത് എന്ന് പറയുന്ന നമ്മളെ താന്നൂറുള്ള സുഹൃത്തുക്കളെ വള്ളത്തിന്റെ ആക്രമണം കൊളുത്തിട്ട് അവർ നമുക്ക് ഇൻഫർമേഷൻ തന്നതാണ്. ഹുസൈൻ എന്ന് പറയുന്ന വ്യക്തി അവളെ മടക്കിയിട്ട്, ഈ അവസ്ഥ നോക്കാൻ നിങ്ങൾ, അവളെ മടക്കിയിട്ട് ചാക്കിൽ കെട്ടിയിട്ട് കായലിൽ എറിഞ്ഞിരിക്കുകയാണ്. അപ്പം ഇതിന്റെ പിറകിൽ ലഹരിയാണ്. ലഹരിക്ക് അടിമപ്പെട്ടതിന്റെ പേരിലാണ് ഇത്രയും ക്രൂരമായ നീചമായ പ്രവർത്തനം ചെയ്യാൻ ആ മനുഷ്യന് കഴിഞ്ഞത്. ഉടൻ തന്നെ ഇവർ നാട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസും നാട്ടുകാരും എത്തിയാണ് മൃതദേഹം കരക്കെത്തിച്ചത്. തിരൂർ ഡിവൈഎസ്പി സിദ്ദീഖിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി. ബുധനാഴ്ച രാത്രിയോടെയാണ് മത്സ്യത്തൊഴിലാളിയായ അണ്ടിപ്പാട്ട് ഹുസൈനെയും ഭാര്യ ഫൗസിയെയും കാണാതായത്. രാത്രിയിൽ വലയിൽ മത്സ്യം കുടുങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാണ് ഫൗസിയെ ഹുസൈൻ കൂട്ടിക്കൊണ്ടുപോയത്. പിന്നീട് ഇവരെക്കുറിച്ച് ഒരു വിവരം ലഭിച്ചിരുന്നില്ല. ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. ഇതിനിടയിലാണ് ഫൗസിയുടെ മൃതദേഹം കണ്ടെത്തിയത്.